ആര് മുന്നിൽ ആര് പിന്നിൽ വിധി ദിനം മെയ് 4 തിങ്കളാഴ്ച രാവിലെ 5 മണി മുതൽ തത്സമയം 24. അവന് കുഞ്ഞ് ജനിക്കില്ലെന്ന് ഡോക്ടർമാരെല്ലാം പറഞ്ഞതല്ലേ? അവനും അതറിയാലോ. അതുകൊണ്ടല്ലേ ഞങ്ങളെ കല്യാണം നടത്തിയത്. ഇന്ന് അങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ അങ്ങനെ ചില മാർഗങ്ങളൊക്കെ ഉണ്ട് മുത്തശ്ശി. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങൾ നേരത്തെ ഭയന്നതാ. അത് തന്നെ സംഭവിച്ചു. അതിന് നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്, തളരുന്നത്? വിഷമിക്കുന്നതും തളരുന്നതും മറ്റൊന്നും കൊണ്ടല്ല. ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ട് എന്റെ അമ്മ പോലും ഞങ്ങളെ കോമാളികളാക്കിയില്ലേ? അത് മനഃപൂർവ്വം തന്നെയാ. ലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്നത് കണ്ണന്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞാ ആരും ആ കുഞ്ഞിനെ ജീവിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാ. കണ്ണന്റെ കുഞ്ഞല്ല എന്ന് അറിഞ്ഞിട്ട് പോലും ആ കുഞ്ഞിനെ കൊല്ലാൻ നടന്ന കൂട്ടത്തിലാ ഇവിടെയുള്ളവര്. അത് മാത്രമാണോ? സ്വന്തം മോളുടെ കുഞ്ഞിനെ കൊല്ലാൻ മടിയില്ലാത്തൊരമ്മയാ ഉണ്ണിയുടെ അമ്മ. അങ്ങനെ ഒരു സാഹചര്യത്തില് നിങ്ങൾ ആരും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വാർത്ത എന്തിനാ ഞാൻ നിങ്ങളോട് പറയുന്നത്? ദേ ഇപ്പൊ തന്നെ കണ്ടില്ലേ എങ്ങനെയോ സത്യങ്ങൾ അറിഞ്ഞിട്ട് ഓടി വന്നേക്കുന്നത്. നിന്റെ ചേച്ചിക്ക് കുഞ്ഞ് ജനിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നീയും അതിനുള്ള ചികിത്സകൾ നടത്തണം. അതിനുവേണ്ടി ഉണ്ണിയെ സ്നേഹിക്കണം. ദേ അമ്മ മിണ്ടരുത്. ഇതുപോലൊരമ്മ ലോകത്താർക്കും കാണില്ല. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഇതുപോലൊരു മകളെയും മകളുടെ അച്ഛനെയും മുത്തശ്ശിയും ലോകത്തോരമ്മമാരെയും കണ്ടിട്ടുണ്ടാവില്ല. എന്റെ ലക്ഷ്മി മോൾ അമ്മയായതിനു ശേഷം ആ കുഞ്ഞിന്റെ അച്ഛൻ സ്വന്തം ഭർത്താവാണെന്ന് പറയാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു എന്റെ മോള്. ലോകത്ത് എത്ര പെൺകുട്ടികൾക്ക് ഇതുപോലൊരു ഗതികേട് ഉണ്ടാവൂടി? നീ അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചവളാ എന്റെ ലക്ഷ്മി മോള്. എന്നിട്ട് ആ കുഞ്ഞിനെ കളഞ്ഞവരാ ഈ നിൽക്കുന്നവര്. എന്നിട്ട് അവരോട് നിനക്ക് ദേഷ്യമില്ല. എന്നിട്ട് ലക്ഷ്മിയുടെ കുഞ്ഞിന് ആപത്തുണ്ടാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ കൈകൊട്ടി ചിരിച്ചവളാണ് നീ. കുഞ്ഞിനെ നഷ്ടപ്പെട്ട് തേങ്ങിക്കരയുന്ന എന്റെ മോളെ കാണാൻ വേണ്ടി, അത് കണ്ടിട്ട് അച്ഛനും മുത്തശ്ശിക്കൊപ്പം നിന്ന് സന്തോഷിക്കാൻ വേണ്ടി കാത്തിരുന്നവളാ നീ. അതുകൊണ്ട് ആരും കൂടുതലൊന്നും സംസാരിക്കണ്ട. പല ആണുങ്ങളെയും ചേർത്ത് എന്റെ മോളെ പറഞ്ഞല്ലോ. ഇനി അതൊക്കെ നിർത്തിക്കോ. എന്റെ ലക്ഷ്മി മോളുടെ വയറ്റിൽ വളരുന്നത് എന്റെ മരുമോന്റെ കുഞ്ഞാണ്, എന്റെ കണ്ണന്റെ കുഞ്ഞ്. ആ കുഞ്ഞിന്റെ അച്ഛന് ആ വിശ്വാസമുണ്ട്. പിന്നെ ഇനി അത് മറ്റാരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. വല്ലാത്തൊരു ദുരന്തമായി പോയല്ലോ എന്റെ ജീവിതം. വിഷുവായിട്ടുണ്ടായ സന്തോഷമൊക്കെ ഒറ്റ നിമിഷം കൊണ്ടില്ലാതായല്ലോ. എല്ലാം കൊണ്ടുപോയല്ലോ മോളെ. മോളെ, നമ്മുടെ സൈഡ് ഇപ്പോൾ വളരെ വളരെ ദുർബലമാണ്. അതുകൊണ്ട് ഞാഞ്ഞൂലിനെയും പേടിക്കണം. നിന്റെ അമ്മയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. സൂക്ഷിച്ചു പോയേ പറ്റൂ. മക്കളെ,
എത്തിയോ? എല്ലാ പ്രതീക്ഷയും തകർന്നു അല്ലേ? തകർന്ന് തരിപ്പണോ എന്ന് പറയുന്നതാ ശരി. ഞാൻ അമ്മാവനോട് നേരത്തെ തന്നെ എന്റെ സംശയം പറഞ്ഞിരുന്നു. അത് അമ്മാവന് മനസ്സിലായി. പക്ഷേ ഇവിടെയുള്ളവരാണ് എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നത്. എടാ, നീ അതിന് ഞങ്ങളെ കുറ്റപ്പെടുത്തണ്ട. നീ അരികും മൂലയില്ലാതെയല്ലേ നേരത്തെ സംസാരിച്ചോണ്ടിരുന്നത്? നിനക്ക് നടന്ന കാര്യങ്ങൾ അതേപടി പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം? ഞാൻ അതൊക്കെ പറയാൻ വരുമ്പോ അമ്മയും കരുണയും കൂടെ എന്നെ കളിയാക്കി കൊല്ലുവല്ലായിരുന്നോ? മണ്ടനെന്ന മുദ്ര കുത്തുവല്ലായിരുന്നോ? ആ, കണ്ണൻ ഇപ്പൊ എവിടെയുണ്ട്? അവൻ മുകളിലുണ്ട്. അനന്തുവിന്റെ വീട്ടിൽ പോയി വിഷുസദ്യയൊക്കെ കഴിച്ചിട്ട് മുകളിൽ കിടന്ന് വിശ്രമിക്കുക. എനിക്ക് ചെറിയ മാറ്റം ഉണ്ടെന്നാ അവന്റെ വിശ്വാസം. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ പഴയ വാമദേവനല്ലെന്ന് അവനൊരു ധാരണയുള്ളത് നല്ലതാ. ഒരുത്തി അവളുടെ വീട്ടിലോട്ട് പോയിരിക്കുക. എന്റെ മരുമോളെ, അവൾ ഇനി മടങ്ങി വരുമോ എന്തോ. മടങ്ങി വന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ അവളെ പോയി ബലമായി കൂട്ടിക്കൊണ്ടുവരാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എടാ, നിനക്കിനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലേ അവള് കൂടെ വേണോടാ. ഏട്ടാ, ഏട്ടൻ ഇതൊക്കെ ഇവനൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. മോനെ ഉണ്ണി, നമ്മുടെ കൂടെ നിൽക്കുന്ന പെണ്ണാണ് കരുണ. അവളെ ഒരു കാരണവശാലും തള്ളിക്കളയരുത്. അതുപോലെ തന്നെ പ്രതാപനെ പരമാവധി ചൂടാക്കാനും നോക്കണം. അവനെ കൊണ്ട് ഇനി ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ. അയാൾ എന്ത് പരിഹാരം കാണാനാ അമ്മാവ? എടാ മോനെ, സ്വന്തം മോള് കരയുമ്പോ സഹിക്കാൻ കഴിയുന്ന കൂട്ടത്തിലല്ല പ്രതാപനും അയാളുടെ അമ്മയൊക്കെ. ആ സമയത്ത് അവരെന്തും ചെയ്യും. എന്റെ വാമേട്ടാ, കണ്ണൻ നമ്മളോട് കാണിച്ച ചതിക്ക് അവൻ ഇനി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ പാടില്ല. അവൻ എത്ര നന്നായിട്ട് അഭിനയിച്ചത്. മഹാലക്ഷ്മിയെ വിട്ടിട്ട് അവനൊരു ജീവിതമില്ല ദുർഗേ. അതിനിയെങ്കിലും നിങ്ങളൊക്കെ മനസ്സിലാക്കണം. ഞാനേതായാലും അവനെ പോയിന്ന് കാണട്ടെ. കണ്ടിട്ട് അവനെ ഒന്ന് അഭിനന്ദിക്കട്ടെ. തൽക്കാലം അവന്റെ കണ്ണി പൊടിയിടാൻ ഇതല്ലാതെ വേറെ മാർഗമില്ല. എടാ, വാമേട്ടൻ പറഞ്ഞത് ശരിയാ. കരുണ പോയി അവളുടെ അച്ഛനെ ഒന്ന് ചൂടാക്കിയാലേ പ്രതാപൻ ഇതിനൊരു പരിഹാരം കാണും. അയാൾ എന്ത് പരിഹാരം കാണാനാമേ? അയാളെ കൊണ്ട് ഇനി ഒന്നിനും കഴിയത്തില്ല. കണ്ണനും മഹാലക്ഷ്മി മാത്രമായിരുന്നെങ്കിൽ നമുക്കവരെ എന്ത് വേണമെങ്കിലും ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെ അവർക്ക് കൂട്ടിനായി എന്തിനു പോകുന്ന ഒരുത്തനുണ്ട്, ഒരു മാർക്കോ. അവന്റെ പുക കാണാതെ അവൻ സ്നേഹിക്കുന്നവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അമ്മാവനായിരുന്നു? എടാ മോനെ, ഞാനെല്ലാം അറിഞ്ഞടാ മോനെ. നന്നായി. നിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ നീ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. എന്റെ ഭാര്യയുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ടാ എനിക്ക് അങ്ങനെ അഭിനയിക്കേണ്ടി വന്നേ. ഈ വീടിനകത്ത് എന്റെ ഭാര്യ സുരക്ഷിതയല്ല. അയാളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും. അത് 100% സത്യമല്ലടാ മോനെ. ഞാനിപ്പോ ദുർഗയെ ഉണ്ണിയൊക്കെ ഉപദേശിച്ചിട്ടാ ഇങ്ങോട്ട് വരുന്നത്. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ജോലി ചെയ്യാതെ തന്നെ നീ ഞങ്ങൾക്ക് ശമ്പളം തരിക.
കോമാ സ്റ്റേജിൽ കിടക്കുന്ന എൻ്റെ മോന് പോലും അതിൻ്റെ സ്നേഹവും നന്ദിയൊക്കെ നിന്നോടും നിന്റെ ഭാര്യയോടും ഞങ്ങളും ഇവിടെ ഉള്ളവരും കാണിച്ചില്ലെങ്കിൽ അത് നന്ദികേട് തന്നെയാ. അമ്മാവാ, വെറുതെ ഇങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പറയുന്നതിൽ അല്പമെങ്കിലും ആത്മാർത്ഥത വേണം. എൻ്റെ മോനെ, കഴിഞ്ഞകാല അനുഭവങ്ങൾ എന്നെ പലതും പഠിപ്പിച്ചു. നിനക്കത് മനസ്സിലായി കാണുമെന്നാ എൻ്റെ വിശ്വാസം. പഴയ അമ്മാവനല്ല നിന്റെ മുമ്പിൽ നിൽക്കുന്നത്, പുതിയ അമ്മാവന്. അമ്മാവൻ പറയുന്നതൊക്കെ 100% ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അതിന്റെ ഗുണം അമ്മാവന് കിട്ടും. അതല്ല, ഇവിടെയുള്ളവരെ പോലെ ഉള്ളിൽ വിഷം വെച്ചിട്ട് പുറമേ സന്തോഷം നടിക്കുകയാണെങ്കിൽ അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷേ ചെയ്യൂ. അതൊക്കെ അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞ ഒരു അമ്മാവനല്ലടാ മോനെ ഞാൻ. നിന്നെ മഹാലക്ഷ്മിയെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഇരട്ടി വേദന ഞങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. അങ്ങനെ ഒരു തിരിച്ചറിവ് ഇനിയും ഉണ്ടായില്ലെങ്കിൽ അത് ഞങ്ങളുടെ പരാജയമാടാ, തകർച്ചയാ. നീ ഒരു കാര്യം ചെയ്, നിന്റെ പെണ്ണിനെ അനന്തുവിന്റെ വീട്ടിൽ നിർത്താതെ ഇവിടെ കൊണ്ടു നിർത്ത്. ഇവിടുത്തെ മരുമോളല്ലേ. തൽക്കാലം അതിനുള്ള ധൈര്യം എനിക്കില്ല. പിന്നെ അടുത്ത് തന്നെ ഇവിടെ ഒരു ചടങ്ങ് നടക്കും, എന്റെ ഭാര്യയുടെ വളകാപ്പ് ചടങ്ങ്. അതെന്തായാലും അനന്തുവിന്റെ വീട്ടിൽ വെച്ച് നടത്താൻ എനിക്ക് ഉദ്ദേശമില്ല. എടാ മോനെ, ഇത് നിന്റെ ലക്ഷ്മിയുടെ വീടാ. ഇവിടെ ഉള്ളവരൊക്കെ നിങ്ങളുടെ കൃപ കൊണ്ടാ ജീവിക്കുന്നേ. അപ്പൊ പിന്നെ നീ എന്ത് തീരുമാനം എടുത്താലും അത് ഇവിടെ ഉള്ളവരനുസരിച്ചേ പറ്റൂ. എന്റെ സ്ഥാനത്ത് മറ്റു വല്ലവരും ആയിരുന്നെങ്കിലേ ഇപ്പൊ കടുത്ത തീരുമാനം എടുത്താനെ. ആ തീരുമാനത്തിനൊടുവിൽ ഇവിടെ ഉള്ളവർക്കെല്ലാം തിരിഞ്ഞു നോക്കാതെ ഓടേണ്ടി വന്നാനെ. ഇപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് മനുഷ്യത്വം അവശേഷിക്കുന്നത് കൊണ്ട് ഞാനതൊക്കെ വേണ്ടാന്ന് വെച്ചിരിക്കുക. പക്ഷേ എന്റെ ഭാര്യയ്ക്കോ കുഞ്ഞിനോ ഇവിടെ ഉള്ളവരെ കൊണ്ട് എന്തെങ്കിലും പോറലേൽക്കേണ്ടി വന്നാൽ പിന്നെ ഞാൻ ക്ഷമിക്കില്ല. രണ്ടാനമ്മയാണ്, അനിയനാണ്, അനിയന്റെ ഭാര്യയാണ് എന്നൊന്നും നോക്കാതെ പുറത്തിറക്കി വിടത്തേ ഉള്ളൂ. എല്ലാരോടും ഇറങ്ങിപ്പോകാൻ മുഖത്ത് നോക്കി പറയും. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇവിടെ ഉള്ളവർ പഠിച്ചില്ലെങ്കിൽ നീ അങ്ങനെ തന്നെ ചെയ്യണം മോനെ. ആ സമയത്ത് ഒരിക്കലും നിന്നെ ഞാൻ തള്ളിപ്പറയത്തില്ല, കൂടെ തന്നെ നിൽക്കും. ഹലോ കരുണേ. ഉണ്ണിയേട്ടൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരണം. എന്തുപറ്റി? ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ? എന്താ കാര്യം പറ. എന്നെ വിളിച്ചോണ്ട് പോണം, അത്ര തന്നെ. എന്നാലോ ഒന്ന് പറഞ്ഞൂടെ? ഞാൻ ദേ വരുന്നു. എന്തിനാ മോളെ ഉണ്ണിയോട് വരാൻ പറഞ്ഞേ? എനിക്ക് ഡോക്ടറെ അടുത്തൊന്ന് പോണം മുത്തശ്ശി. എനിക്ക് ചെറിയ കുഴപ്പമുണ്ടെന്നാ ഡോക്ടർ അവസാനം കണ്ടപ്പോ പറഞ്ഞത്. എന്നാൽ
കുറെ നാളായിട്ട് അതിനുവേണ്ടി മരുന്ന് കഴിക്കുക. എന്റെ പ്രശ്നങ്ങളൊക്കെ മാറിയോന്നറിയണം. ഒരിക്കലും പ്രസവിക്കില്ല എന്ന് കരുതിയവള് ഒരു കുഞ്ഞിനെ ലാളിക്കുമ്പോ, അതും അവളുടെ ഭർത്താവിന്റെ കുഞ്ഞിനെ തന്നെ ലാളിക്കുമ്പോ, എനിക്കത് കണ്ടുകൊണ്ട് അധികം നാൾ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്കും വേണം ഒരു കുഞ്ഞിനെ. അതൊരു നല്ല തീരുമാനമാ മോളെ. വെറുതെ ഉണ്ണിയായിട്ട് അടിയും വഴക്കൊന്നും ഉണ്ടാക്കാതെ നീയും കുഞ്ഞുങ്ങളും കുടുംബമായിട്ട് കഴിയാൻ നോക്കുമോളെ. എങ്ങനെ കഴിഞ്ഞാലും ഇനി ഞാൻ അവൾക്ക് താഴെയല്ലേ മുത്തശ്ശി? അവൾക്ക് മുകളിലേക്ക് ഇനി എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. നമ്മളെയൊക്കെ കുരങ്ങ് കളിപ്പിച്ചോണ്ട് അവളും അവളുടെ മോളും പിന്നെ വീൽ ചെയറിൽ ഇരിക്കുന്നവനും ഒക്കെ മാറി നിന്ന് ചിരിക്കല്ലേ. അതിന് കൂട്ടായിട്ട് വേറെ കുറെ എണ്ണം കൂടി ഉണ്ട്. മോളൊന്ന് ആലോചിച്ച് നോക്കിയേ. പ്രതാപനെ ആ മാർക്കോന്ന് പറയുന്നവൻ പന്ത് തട്ടുന്ന പോലെയല്ലേ തട്ടിയെ? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? അത് മാത്രമാണോ? ഈ വയസ്സുകാലത്ത് എന്നെ വരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയില്ലേ? അതിന്റെയൊക്കെ പിന്നിൽ ലക്ഷ്മിയും ലേഖയും അനന്തവും ഒക്കെ ആണെന്നാണല്ലോ നമ്മളൊക്കെ കരുതിയിരുന്നത്. പക്ഷെ അതിന്റെ ഒക്കെ പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് അവനാ. കമലേശ്വരത്തെ കാട്ടാളൻ. അവൻ എത്ര നന്നായിട്ട് അഭിനയിച്ചത്. അന്നത്തെ പോലെ രണ്ടാളും തമ്മിൽ ഇപ്പോ വഴക്കൊന്നുമില്ലല്ലോ. ഇയാളില്ലെന്നാ പറഞ്ഞേ? അങ്ങനെയൊന്നുമില്ല ഡോക്ടറെ. എന്തായാലും ടെസ്റ്റ് റിസൾട്ട് ഒക്കെ പോസിറ്റീവാ. അധികം വൈകാതെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും. അതിന്റെ പേരിലാണ് രണ്ടാളും തമ്മിൽ വഴക്കെങ്കിൽ ഇനി അത് വേണ്ടെന്നാ പറഞ്ഞേ. പിന്നെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാ ഇയാളുടെ ബോഡിക്ക് നല്ല റെസ്റ്റ് കൊടുക്കണം. ബോഡിക്ക് മാത്രമല്ല, മനസ്സിനും. ഞാനിവളെ ടോർച്ചർ ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് അല്ല ഡോക്ടറെ. എങ്കിലും ഞാൻ പറയാനുള്ളത് പറയണല്ലോ. ആദ്യത്തെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന എന്റെയോ ഇയാളുടെയോ കുഴപ്പം കൊണ്ടല്ല. അതിന് വഴിവെച്ചത് ഇയാളുടെ പേരൻസ് തന്നെയാ. അല്ലെങ്കിൽ ഇപ്പോ രണ്ടാൾക്കും 4-5 മാസം പ്രായമുള്ളൊരു കുട്ടിയെ ലാളിക്കാമായിരുന്നു. ഇനി പ്രത്യേകിച്ച് വല്ല ട്രീറ്റ്മെന്റ് എടുക്കേണ്ട കാര്യമുണ്ടോ ഡോക്ടറെ? അത് ഞാൻ പറയാം. എന്തായാലും 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും വരണം. ഇയാൾക്ക് പെട്ടെന്ന് അമ്മയാവാനുള്ള ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? അതെ, അതുകൊണ്ടാ ഞങ്ങൾ പ്രതീക്ഷയുടെ ഡോക്ടറുടെ അരികിലേക്ക് വന്നത്. ഞാൻ പ്രതീക്ഷ കെടുത്തിയിട്ടൊന്നുമില്ലല്ലോ. അന്ന് ഞങ്ങൾ വന്നപ്പോ വഴക്കിട്ടാ പോയത്. അതുകൊണ്ട് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഡോക്ടർ ഇങ്ങനെ പറയുന്നത്? ഞാൻ അങ്ങനെ ആർക്കും അനാവശ്യ പ്രതീക്ഷയൊന്നും കൊടുക്കാറില്ല. അന്ന് ഞങ്ങൾ വഴക്കുണ്ടാക്കിയത് മറ്റു ചില കാരണങ്ങളാലാണ് ഡോക്ടറെ. ആയിക്കോട്ടെ, ഒരു കല്യാണം കഴിഞ്ഞാൽ ദാമ്പത്യ ബന്ധം ദൃഢമാവുന്നത് കുട്ടികളുടെ വരവോടെയാ. അപ്പൊ പിന്നെ ഏത് നേരവും വീട്ടിലെ കരുണ എൻഗേജ്ഡ് ആവും. അങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് മറ്റു ചില ചിന്തകളിലേക്ക് മനസ്സ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ മരുന്ന് കുറിച്ചിട്ട് അതുപോലും വാങ്ങാതെയാ പോയത്. അതെനിക്ക് അത്രയങ്ങോട്ട് ദഹിച്ചിട്ടില്ല. ഇനിയത് കാര്യാക്കുന്നില്ല. ഇത് കൃത്യമായിട്ട് കഴിക്കണം. എന്നിട്ട് ഞാൻ പറയുന്ന സമയത്ത് തന്നെ എത്തണം. ശരി ഡോക്ടർ. കഴിഞ്ഞ തവണ അങ്ങനെയൊക്കെ സംഭവിച്ചതിന് ഞാൻ സോറി പറയാ. സോറി ഒന്നും പറയണ്ട. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള പിണക്കം മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുന്നതാ നല്ലത്. അത് പരമാവധി നിങ്ങൾക്കുള്ളിൽ തന്നെ ഒതുങ്ങി നിൽക്കണം. പ്രഷർ കുറയ്ക്കുക കേട്ടോ. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ആസ്വദിക്കുന്നതേ നമ്മൾ മലയാളികളുടെ പൊതുവെ ഉള്ളൊരു സ്വഭാവ. അതിന് വെറുതെ വഴിവെച്ചു കൊടുക്കണ്ട. ശരി ഡോക്ടറെ.
ഉണ്ണിയേട്ടനൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനിനി എന്തിനാ ഉണ്ണിയേട്ടന്റെ വീട്ടിലേക്ക് വരുന്നത്? പഴയതുപോലെ നിന്റെ അടുത്ത് കെഞ്ചാനൊന്നും ഞാനില്ല. നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോണെങ്കിൽ കൊണ്ടുവിടാം. അതല്ല എനിക്കൊപ്പം വരണമെങ്കിൽ വരാം. നീ എന്നെ ബുദ്ധിയില്ലാത്തവനാക്കി, ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ് കളിയാക്കി. എന്നിട്ട് എന്തായി? അതിൻ്റെയൊക്കെ അവസാനം നിന്റെ കാരണത്തൊന്ന് തരാനാണ് എനിക്ക് തോന്നിയത്. നീ എന്നെ ഇതുപോലൊരു യാത്രയിൽ കാറിൽ നിന്ന് വെളിയിലിറക്കി ആൾക്കാരുടെ ഇടയിൽ വെച്ച് തള്ളിയിട്ടുണ്ട്. പകരത്തിന് പകരം തല്ലണോ? ഇനി എനിക്ക് പഴയതുപോലെ നിന്റെ മുമ്പിൽ നടുവിളച്ച് നിൽക്കാനൊന്നും പറ്റില്ല. ആരുടെ മുന്നിലും പറ്റില്ല. അത്രത്തോളം നിന്നെ ഞാൻ മടുത്ത് നടക്കുക. പിന്നെ ഞാനോ? ഇപ്പോ ഡോക്ടർ ഒരു ആശ്വാസം തന്നു. പക്ഷെ ആ കുഞ്ഞ് ജനിക്കുമ്പോ നമ്മുടെ കുഞ്ഞല്ല, അവളുടെ കുഞ്ഞ, ലക്ഷ്മിയുടെ കുഞ്ഞ രാജകീയമായിട്ട് ജീവിക്കാൻ പോകുന്നത്. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്.